അഭിവന്യ ദിയസ്കോറോസ് തിരുമേനിയുടെ 26ാമത് ഓർമ്മ പെരുന്നാൾ നാം കൊണ്ടാടുകയാണ്. കാലത്തിന് മായ്ക്കാനൊക്കാത്ത ത്യാഗ വഴിയാണ് തിരുമേനിയുടെ. നൊമ്പരമുണ്ടെങ്കിൽ വളർച്ചയുണ്ട്. അഭിവന്യ ഗീവർഗീസ് മാർ ദിയസ്കോറോസ് തിരുമേനി സഭയെക്കുറിച്ച് നൊമ്പരപ്പെട്ടിരുന്നു. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെക്കുറിച്ചും നൊമ്പരപ്പെട്ടിരുന്നു. അത് വളർച്ചയുടെ ലക്ഷണമാണ്. അതുപോലെ ത്യാഗമുണ്ടെങ്കിലേ മഹത്വമുള്ളൂ. പല വിധത്തിലുള്ള ത്യാഗം തിരുമേനിയിൽ നാം കാണുന്നുണ്ട്. ഹൃദയ നൈർമല്യമുള്ളവർക്ക് ദീർഘവീക്ഷണം ഉണ്ടാകും. തിരുമേനിയോട് അടുത്ത് ഇടപെട്ടിരുന്നവർക്കറിയാം, അദ്ദേഹത്തിന് ഹൃദയ നൈർമല്യം ഉണ്ടായിരുന്നു. ദീർഘവീക്ഷണത്തോടെ പല കാര്യങ്ങൾ ഉൾക്കൊള്ളാനും പ്രവർത്തിക്കാനും ഒക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞു. യേശുക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം മൂലം ചരിത്രത്തിലുണ്ടായ സഭയെയും തമ്മിൽ അദ്ദേഹം വേർതിരിച്ചിരുന്നില്ല. ക്രിസ്തുശാസ്ത്രവും സഭാശാസ്ത്രവും തമ്മിൽ വേർതിരിച്ചിരുന്നില്ല. ഇന്ന് പല പ്രവണതകളുമുണ്ട്. ക്രിസ്തുവിൽ നിന്ന് വ്യത്യസ്തമായ ഏതോ ഒരു കാര്യമാണ് സഭയെന്ന് ചിന്തിച്ച് അപക്വമായ വീക്ഷണങ്ങൾ പുലർത്തുന്ന പലരും സമൂഹത്തിലുണ്ട്. നിർമ്മല സുവിശേഷമെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ജീവിതമാണ്. സഭാജീവിതമാണ് നിർമ്മല സുവിശേഷം. സഭയിൽ കൂടിയാണ് ക്രിസ്തുവിനെ നാം ഉൾക്കൊള്ളുന്നത്. പൗലോസ്ലീഹായെ സുവിശേഷത്തിന് അയച്ചത് സഭയാണ്. സഭയില്ലാതെ എനിക്ക് അസ്തിത്വമില്ല. അപ്പം സഭയെക്കുറിച്ച് ആഴമായ ചിന്തയും സ്നേഹവും സഭയ്ക്കു വേണ്ടി ഏത് രീതിയിലും കഷ്ടപ്പെടാനുള്ള ത്യാഗസന്നദ്ധതയും അഭിവന്യ ഗീവർഗീസ് മാർ ദിയസ്കോറോസ് തിരുമേനിയിലുണ്ടായിരുന്നു. സഭയുടെ ആരാധനാ പശ്ചാത്തലത്തിലാണ് വേദശാസ്ത്രം ഉരുത്തിരിയുന്നത്. നമ്മൾ ബൈബിൾ പഠിക്കുമ്പോഴും പഴയമവും പുതിയമവും ക്രോഡീകരിക്കപ്പെടുന്നത് സഭയുടെ ആരാധനാ പശ്ചാത്തലത്തിൽ നിന്നാണ്. പഴയമ കാലഘട്ടത്തിലും പുതിയമ കാലഘട്ടത്തിലും. അതുകൊണ്ട് ആരാധനയിൽ നിന്നും സഭയെ വേർതിരിക്കാൻ ഒക്കെയില്ല, സമൂഹത്തെയും വേർതിരിക്കാൻ ഒക്കെയില്ല. ആരാധനയിലൂടെയും അതുമായി ബന്ധപ്പെട്ട സൽക്കർമ്മങ്ങളിലൂടെയും ക്രിസ്തീയ സാക്ഷ്യം എന്തെന്ന് സത്യമായി കാണിച്ചു തന്ന ഒരു പിതാവായിരുന്നു ദിയസ്കോറോസ് തിരുമേനി. സഭാപിതാക്കന്മാർ അക്ഷരാർത്ഥത്തിൽ സാമൂഹിക ജീവികളായിരുന്നു. സാമൂഹിക ജീവികളായി ജീവിച്ചിരുന്നവരാണ്. തിരുമേനിയും സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാം. തിരുമേനിയെക്കുറിച്ച് ഇറങ്ങിയ പുസ്തകങ്ങളിലൊക്കെ അത് സ്പഷ്ടമായി വിവരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തെ പൊതുവായ സേവന സന്നദ്ധതയെക്കുറിച്ചൊക്കെ. വിശുദ്ധിയുള്ള വളർച്ചയും തേജസ്കരണവുമാണ് സഭാപിതാക്കന്മാരുടെ മാതൃകയെന്ന് പറയുന്നത്. താപസ ജീവിതവും അസറ്റിക് അട്രാക്ഷൻ. തിരുമേനിയിൽ ഒരു താപസൻ്റെ ആകർഷണീയത ഉണ്ടായിരുന്നു. അറിവിൻ്റെ നിറവിലെ എളിമയുടെ ഭാവവും ഉണ്ടായിരുന്നു. ലേണഡ് ഇഗ്നോറൻസ് എന്ന് പറയാം. അറിവിൻ്റെ നിറവിലെ എളിമയുടെ ഭാവവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. തനിക്ക് ലഭിച്ച കൃപാവരങ്ങൾ സഭയുടെ കെട്ടുപണിക്കും പൊതുവിൻ്റെ നന്മയ്ക്കുമായി അദ്ദേഹം ഉപയോഗപ്പെടുത്തി. കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ മനസ്സിലാക്കി ജനങ്ങൾക്ക് ആത്മീയ പുഷ്ടിയും ദിശാബോധവും നൽകി. നിസ്സഹായരോട് പ്രത്യേകമായ ദീനാനുകമ്പയും കാരുണ്യവും അദ്ദേഹം ചൊരിഞ്ഞു.
1926 ഒക്ടോബർ 12 അദ്ദേഹത്തിൻ്റെ ജനനം. 1999 ജൂലൈ 23 കാലം ചെയ്തു. കോഴഞ്ചേരി തേവർവയിൽ കുടുംബാംഗമാണെന്ന് നമുക്കറിയാം. വട്ടശ്ശേരി തിരുമേനിയുടെ ബന്ധുവാണെന്ന് നമുക്കറിയാം. ദൈവവിശ്വാസത്തിലും ഭക്തിയിലും വളർന്നു എന്ന് നമുക്ക് കേട്ടിട്ടുണ്ട്. അധ്വാനശീലനും പരിശ്രമശാലിയുമായിരുന്നു തിരുമേനി. ചെറുപ്പത്തിൽ തന്നെ നാം ഏത് രംഗങ്ങളിൽ പ്രവർത്തിച്ചാലും we have to offer the best in that field. offer the best. അധ്വാനശീലരാകണം, പരിശ്രമശാലികളാകണം. വഞ്ചിത്ര, കോഴഞ്ചേരി എന്നിവിടങ്ങളിലും, മധുര അമേരിക്കൻ കോളേജിലും, ബോംബെ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് എന്നിവിടങ്ങളിലൊക്കെ പഠിച്ചു. ബോംബെയിൽ ഒരു പാർട്ട് ടൈം ജോലി ചെയ്തു. കോഴഞ്ചേരി സഹകരണ ബാങ്കിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു. ഒരു പൊതുപ്രവർത്തകനായിരുന്നു. 1954 മുതലുള്ള കാലങ്ങളിൽ ഒരു പൊതുപ്രവർത്തകനായി സമൂഹത്തിൽ ഇടപെട്ടു. മദ്രാസിൽ ഗിണ്ടിയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഫീസേഴ്സ് ട്രെയിനിങ് കോളേജിൽ പ്രത്യേക പരിശീലനം നടത്തി. ദൈവവിളി സ്വീകരിച്ച് 1958 കോട്ടയം പഴയ സെമിനാരിയിൽ വൈദിക പഠനത്തിന് ചേർന്നു. 58 അന്ന് MD സെമിനാരിയിലായിരുന്നു വിദ്യാഭ്യാസം, വൈദിക വിദ്യാഭ്യാസം. പുത്തങ്കാവ് തിരുമേനിയുടെ സ്വാധീനം പ്രസ്പഷ്ടമായി തിരുമേനി നമുക്ക് കാണാം. കയ്യൊപ്പ് നൽകിയ പുത്തങ്കാവ് തിരുമേനിയാണ്. വൈദിക സെമിനാരുടെ പ്രിൻസിപ്പൽ വട്ടക്കുന്നൽ തിരുമേനിയായിരുന്നു. ഫാദർ K. ഫിലിപ്പോസ് ആയിരുന്നു വൈസ് പ്രിൻസിപ്പൽ. ഉന്നതമായ ഫാക്കൽറ്റി, സുസജ്ജമായ ഒരു ലൈബ്രറി, അതൊക്കെ അദ്ദേഹം ഉപയോഗപ്പെടുത്തി. സഭാവിജ്ഞാനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന് വായിക്കാൻ കഴിഞ്ഞു, പഠിക്കാൻ കഴിഞ്ഞു. ഉത്തമ ഗ്രന്ഥങ്ങളിലൂടെയും ഗുരുക്കന്മാരിലൂടെയും ഓർത്തഡോക്സ് വേദശാസ്ത്രത്തിൻ്റെ ശരിയായ ഒരു മെത്തഡോളജി, രീതിശാസ്ത്രം അദ്ദേഹത്തിന് ലഭിച്ചു. എത്ര ഡിഗ്രികൾ നേടിയാലും ഓർത്തഡോക്സിയുടെ ഒരു രീതിശാസ്ത്രം നമുക്കില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. അതിന് പ്രത്യേകമായ രീതിശാസ്ത്രമുണ്ട് വേദശാസ്ത്ര ചിന്തകൾക്ക്. 1958 മലങ്കര സഭയ്ക്ക് അനുകൂലമായ സുപ്രീം കോടതി വിധി ഉണ്ടായ കാലഘട്ടമായിരുന്നുവല്ലോ അത്. ഇരുവരും പരസ്പരം സ്വീകരിച്ചു. ഡിസംബർ 16 1960 ജൂൺ 20 കോട്ടയം MDയിൽ നിന്ന് പഴയ സെമിനാരിയിലേക്ക് അധ്യാപനം മാറിയത്. 2 വർഷം അദ്ദേഹം MD പഠിച്ചു, പിന്നെ 2 വർഷം പഴയ സെമിനാരിയിൽ പഠിച്ചു. സമർത്ഥനായ ഒരു വൈദിക വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം, അതെടുത്തു പറയണം. ജനറൽ നോളജ്, പൊതുവിജ്ഞാനം ആർജിച്ചു ആ കാലഘട്ടത്തിൽ. ഞാൻ പ്രത്യേകം മനസ്സിലാക്കുകയുണ്ടായി, അദ്ദേഹത്തിന് ബെസ്റ്റ് പ്രീച്ചർ അവാർഡ് കിട്ടി സെമിനാരിയിൽ. 1962 ഏപ്രിൽ ഗീവർഗീസ് തിരിയൻ ബാവ തിരുമേനി സബ് ഡീക്കനായി. 63 ഫെബ്രുവരി 2 വട്ടക്കുന്ന് തിരുമേനി ഷമ്മാശനാക്കി. 63 മാർച്ച് 10 ഗീവർഗീസ് തിരിയൻ ബാവ തിരുമേനി കശീശ പട്ടം നൽകി. തുടർന്ന് കുറിച്ചി വലിയ പള്ളി, കോട്ടയം ചെറിയ പള്ളി, താഴത്തങ്ങാടി പള്ളി എന്നിവിടങ്ങളിൽ വികാരിയായി പ്രവർത്തിച്ചു 1965 ഓഗസ്റ്റ് വരെ. കൂടാതെ കുറച്ചുനാൾ ഔഗൻ ബാബ തിരുമേനിയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. 1962 മുതൽ 64 വരെ ആദ്യം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിട്ടും പിന്നീട് ജനറൽ സെക്രട്ടറി ആയിട്ടും അദ്ദേഹം പ്രവർത്തിച്ചു. 1965 വേദശാസ്ത്ര പഠനത്തിന് അമേരിക്കയിൽ പോയി. ഷിക്കാഗോയിൽ താമസിച്ച് സെമിനാരി പഠനം പ്രവർത്തിച്ച് ഏർപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പ്രചോദനമായിരുന്നു ന്യൂയോർക്കിലെ സെൻറ്റ് വ്ളാഡിമേഴ്സ്, ഹോളി ട്രിനിറ്റി മൊണാസ്ട്രിയൊക്കെ സന്ദർശിക്കാനിടയായത് അദ്ദേഹത്തിന് വലിയ പ്രചോദനമായിരുന്നു. അദ്ദേഹത്തെ സ്വാധീനിച്ചു അവിടുത്തെ പശ്ചാത്തലങ്ങളൊക്കെ. 1966 ജെറൂസലേമിൽ സെൻറ്റ് ജോർജ് കോളേജിൽ പഠിച്ചു. വിശുദ്ധ നാടുകളുമായി കൂടുതൽ ബന്ധം സ്ഥാപിച്ചു. പിന്നീട് 66 ജൂലൈയിൽ ബഹ്റിനിൽ സെൻറ്റ് മേരീസ് പള്ളി വികാരിയായി 1 വർഷം പ്രവർത്തിച്ചു. 67 നവംബറിൽ തിരിച്ചെത്തി. സ്വന്തം ഇടവകയായ കോഴഞ്ചേരി സെൻറ്റ് മാത്യൂസ് പള്ളി വികാരിയായി. പിതാവ് ശ്രീ ഗീവർഗീസ് ഈശോ തനിക്ക് പിതൃസ്വത്തായി ലഭിച്ച റാന്നി ചെട്ടിമുക്കിലുള്ള വസ്തു, ഇവിടെ ഇരിക്കുന്ന ഈ വസ്തു, മകനായ ഫാദർ T. ജോർജിന് നൽകി. 70 ജനുവരിയിൽ തൻ്റെ പിതാവിനെയും കൂട്ടി ഈ വസ്തുവിലുണ്ടായിരുന്ന പഴയ കെട്ടിടത്തിലേക്ക് താമസം മാറ്റി.
അപ്പോൾ 70 ജനുവരി മുതൽ 77 വരെ അദ്ദേഹം മറ്റ് പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. വടശ്ശേരിക്കര സെൻറ്റ് മേരീസ് പള്ളി വികാരി, റാന്നി തോട്ടമൺ സെൻറ്റ് തോമസ് പള്ളി വീരങ്ങൾ വികാരിയായി. 73 ജൂൺ മുതൽ അതേ സമയത്ത് തന്നെ ഓമല്ലൂർ സെൻറ്റ് തോമസ് പള്ളിയിലും വികാരിയായി പ്രവർത്തിക്കുകയുണ്ടായി. ഈ സമയത്ത് 1970 മുതലാണ് ഞാനുമായുള്ളൊരു വ്യക്തിപരമായ ബന്ധം ഉണ്ടാകുന്നത്. 70 മുതൽ അദ്ദേഹത്തിൻ്റെ പല പ്രസംഗങ്ങളിലൂടെ, ക്ലാസ്സുകളിലൂടെ. ഒരു പ്രത്യേക കാരണമുണ്ട്. 70കളിലാണ് അദ്ദേഹത്തെ വട്ടക്കുന്നേ ബാബ തിരുമേനി മലങ്കര സഭാ സംരക്ഷണ സമിതിയുടെ കൺവീനറായിട്ട് നിയമിച്ചത്. മലങ്കര ഓർത്തഡോക്സ് ഡിഫൻസ് കൗൺസിലിൻ്റെ കൺവീനറായി അദ്ദേഹം പ്രവർത്തിച്ചു. അപ്പം ഞങ്ങളെപ്പോലുള്ളവരൊക്കെ അക്കാലങ്ങളിലാണ് കൂടുതൽ ടി ജോർജനുമായിട്ട് അടുത്ത് ബന്ധപ്പെടുന്നത്. അക്കാലത്ത് അദ്ദേഹം സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗമായിരുന്നു. മാനേജിംഗ് കമ്മിറ്റിയിൽ ഉജ്ജ്വലമായ പ്രസംഗങ്ങൾ നടത്തിയത് ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. ആ പഴയ കമ്മിറ്റി മാളികയിൽ പ്രഗത്ഭരായ ആളുകളുടെ നടുവിൽ നിന്നുകൊണ്ട് ടി ജോർജൻ ചെയ്തിട്ടുള്ള പ്രസംഗങ്ങൾ, ഉജ്ജ്വലമായ പ്രസംഗങ്ങൾ, സഭാ സംരക്ഷണത്തിന് വേണ്ടി ചെയ്ത ഉജ്ജ്വലമായ പ്രസംഗങ്ങൾ ഇപ്പോഴും എൻ്റെ കർണപുടങ്ങളിൽ അനാവരണം ചെയ്യുന്നുണ്ട്. അക്കാലത്ത് അദ്ദേഹം മലങ്കര സഭാ മാസികയിലും മറ്റും പല ലേഖനങ്ങൾ എഴുതി സഭാംഗങ്ങളെ പ്രബുദ്ധരാക്കി. അതൊരിക്കൽ എന്നോട് പറഞ്ഞു, അച്ഛാ, എല്ലാ ഭദ്രാസനങ്ങളിലും ഓരോ പ്രസിദ്ധീകരണങ്ങളൊക്കെ ഉണ്ട്, നല്ലത് തന്നെ. പക്ഷേ സഭ മൊത്തത്തിലുള്ള മലങ്കര സഭാ മാസികയുടെ പ്രാധാന്യം കുറഞ്ഞു പോകരുത്. അത് സഭയെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു കണ്ണിയാണ്. മലങ്കര സഭാ മാസികയുടെ പ്രാധാന്യം കുറയാതെ തന്നെ വേണം. വിവിധ ഭദ്രാസനങ്ങളിൽ പ്രസ്ഥാനങ്ങളും മാസികകളും ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. സഭയുടെ സ്വാതന്ത്ര്യം, തനിമ, സ്വയം ശീർഷകത്വം, സ്വയം ഭരണക്രമം, ഇതൊക്കെ ജനങ്ങൾ ഉറപ്പിക്കുന്നതിനുള്ള ക്ലാസ്സുകൾ എടുത്തു. സഭയുടെ ഉത്ഭവവും വളർച്ചയും, മാർത്തോമാ ശ്ലീഹായുടെ പൗരോഹിത്യവും സിംഹാസനവും, പേർഷ്യൻ സഭയുമായുള്ള ബന്ധം, സെലൂക്കയിലെ സഭ, അതുപോലെ ശ്ലൈഹിക ദൗത്യം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം ക്ലാസ്സുകൾ എടുത്തിരുന്നു, പ്രബോധനങ്ങൾ നടത്തിയിരുന്നു. സഭയുടെ വിശ്വാസ പഠനവും, കാറ്റക്കിസം, ചരിത്ര പ്രതിരോധവും, അപ്പോളജറ്റിക്സ് കാര്യക്ഷമമാക്കിയത് ടി ജോർജനാണ്. വടക്കും തെക്കും ഓടി നടന്ന് സഭയുടെ വിശ്വാസ പഠനവും ചരിത്ര പ്രതിരോധവും അദ്ദേഹം കാര്യക്ഷമമാക്കി. വ്യവഹാര കാര്യങ്ങൾ അലംഭാവവും വീഴ്ചയും ഉണ്ടായിരുന്ന അദ്ദേഹം ചിന്തിച്ചു, അതിനുവേണ്ടി കഷ്ടനഷ്ടങ്ങൾ സഹിച്ചു. സഭാപിതാക്കന്മാരുടെ ജീവിതവും ഉപദേശങ്ങളും സഭ കൂടുതൽ ഊന്നൽ കൊടുത്ത് പഠിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പട്രിസ്റ്റിക്സ് സെമിനാരിയിലും മറ്റ് കേന്ദ്രങ്ങളിലുമെല്ലാം പട്രിസ്റ്റിക്സ്, സഭാപിതാക്കന്മാരുടെ ജീവിതവും ഉപദേശങ്ങളും മാതൃകയും പ്രത്യേകമായി പഠിപ്പിക്കണമെന്ന് അദ്ദേഹം ഓർപ്പിക്കുകയുണ്ടായി. മറ്റ് പല ഓർത്തഡോക്സ് സെമിനാരികളിലും ഫിലോക്കാലിയ ഒരു ടെക്സ്റ്റ് ബുക്കാണ്. ഓർത്തഡോക്സ് സഭാംഗങ്ങൾ പഠിച്ചിരിക്കേണ്ട ടെക്സ്റ്റ് ബുക്കാണ് ഫിലോക്കാലിയ, സഭാപിതാക്കന്മാരുടെ ജീവിതവും റൈറ്റിങ്സ്. നമ്മൾ പലപ്പോഴും പ്രൊട്ടസ്റ്റന്റ് സെമിനാരിയുമായി ബന്ധപ്പെട്ട് പ്രൊട്ടസ്റ്റന്റ് സെമിനാരിയിൽ നിർദ്ദേശിക്കുന്ന കരിക്കുലമൊക്കെ പഠിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു ഗതികേട് നമുക്കുണ്ട്. അതൊക്കെ തിരുത്തണം. ആചാരാനുഷ്ഠാനങ്ങളും വിശുദ്ധ കൂദാശകളും വളരെ ഭയഭക്തിയോടെ അനുഷ്ഠിക്കണം അദ്ദേഹം പ്രബോധിപ്പിച്ചു. തിയോളജി ഈസ് നോട്ട് അക്കാഡമിക് എക്സലൻസ്, തിയോളജി ഈസ് കൾട്ടിക് എക്സലൻസ്. അനുഷ്ഠാനങ്ങളുടെ പാരമ്യമാണ് വേദശാസ്ത്രം, അക്കാദമിക് വൈദഗ്ധ്യമല്ല വേദശാസ്ത്രമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. ഓർത്തഡോക്സിയുടെ വക്താവും പ്രചാരകനുമായിരുന്നു ടി ജോർജൻ, അഭിവന്ദ ദിയസ്കോറോസ് തിരുമേനി. വട്ടശ്ശേരി തിരുമേനിയുമായുള്ള പൈതൃക ബന്ധം, ഗീവർഗീസ് തിരുയൻ ബാബായുടെ സെക്രട്ടറിയായുള്ള അല്പകാലത്തെ പ്രവർത്തന പരിചയം, പുത്തങ്കാവ് തിരുമേനിയിൽ ലഭിച്ച പ്രോത്സാഹനം, സഭാകാര്യങ്ങളിൽ അദ്ദേഹത്തിന് ഇതിൽ നിന്നൊക്കെ കൂർമ്മബുദ്ധിയുണ്ടായി, കാർക്കശ്യമുണ്ടായി. ആരാധനയിലെ പവിത്രത കാത്തു സൂക്ഷിച്ചു, ഭരണപരമായ സൂക്ഷ്മത പുലർത്തി. ഭരണപരമായ സൂക്ഷ്മത അധികാരികൾ പുലർത്തുന്നില്ലെങ്കിൽ വീഴ്ചകളുണ്ടാകും. സ്ഥാപന നിർമ്മാണങ്ങളിലെ മനുഷ്യ സ്നേഹം നമുക്ക് മാതൃകയാണ്. വലിയമാർ ബസേലിയോസിൻ്റെ ഒരു മാതൃക ദിവനാസ്യോസ് തിരുമേനിയും പിന്തുടർന്നു. എന്താണെന്നറിയാമോ? കപ്പദോക്കയിലെ ഐറിസ് നദിയുടെ തീരത്ത് തൻ്റെ കുടുംബം വക എസ്റ്റേറ്റ് ആശ്രമമാക്കി.
ഗീവർഗീസ് ദിയസ്കോറോസ് തിരുമേനി തനിക്ക് ലഭിച്ച പൈതൃക സ്വത്ത് ആശ്രമമാക്കി. വലിയ മാർ ബസേലിയോസിൻ്റെ മാതൃക പ്രാവർത്തികമാക്കി മലങ്കരയിൽ. തൻ്റെ സമ്പാദ്യം മുഴുവൻ കാലശേഷം സഭയ്ക്ക് തന്നെ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു ദിയസ്കോറോസ് തിരുമേനി. 1977 മെയ് 16 മാവേലിക്കരയിൽ നടന്ന മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷനിലായിരുന്നു അദ്ദേഹത്തെ മെത്രാപ്പോലിത്ത തിരഞ്ഞെടുത്ത്. ഞാനും ആ അസോസിയേഷനിൽ പങ്കെടുത്തിരുന്നു. 1978 മെയ് 16 കുന്നംകുളം പഴഞ്ഞി സെൻറ്റ് മേരീസ് പള്ളി വെച്ച് മെത്രാപ്പോലിത്തായി വാഴിച്ചു. 1977 ഓഗസ്റ്റ് 13 റംബാനായി. റംബാനായ ശേഷം നടത്തിയൊരു വിദേശ പര്യടനത്തിന് ഞാനും സാക്ഷിയാണ്. അത് പല ചരിത്രങ്ങളിലും വായിക്കാൻ കഴിയുന്നില്ല, ഞാൻ നോക്കിയിട്ടും. ഫിൻലൻഡ് തലസ്ഥാനമായ ഹെൽസിങ്കിയിൽ ഒരു മിഷണറി കോൺഫറൻസിൽ തിരുമേനി സംബന്ധിച്ചു റംബാനായിട്ട്. പിന്നീട് റഷ്യൻ സഭ സന്ദർശിച്ചു. ലെനിൻഗ്രാഡിൽ പഠിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ മുറിയിലും വന്നു തിരുമേനി 1977. ഞാനും അന്ന് ഡീക്കൻ എം എ മത്തായി ഞങ്ങൾ ഒരുമിച്ച് ലെനിൻഗ്രാഡ് തിയോളജി അക്കാഡമിയിൽ പഠിച്ചിരുന്നു. 77 മുതൽ ഞങ്ങളെ തേടി 3 പേര് വന്നു. റഷ്യൻ പാത്രിക്കീസിൻ്റെ പ്രത്യേക നിർദ്ദേശമനുസരിച്ച്, ഇപ്പോഴത്തെ റഷ്യൻ പാത്രിക്കീസ് കിറിലിൻ്റെ പ്രത്യേക നിയോഗം, അന്ന് അദ്ദേഹം അവിടുത്തെ അക്കാഡമി റെക്ടറായിരുന്നു. പ്രത്യേക നിർദ്ദേശമനുസരിച്ച് അക്കാഡമി 3 പേര്. ആരായിരുന്നു ഈ 3 പേർ? ഒന്ന് കൽക്കട്ടയിലെ സ്തേഫാനോസ് മാർ ദേവദോസ്യോസ് തിരുമേനി മെത്രാപ്പോലിത്തായിരുന്നു. 2 റമ്പാച്ചന്മാർ കൂടെ ഉണ്ടായിരുന്നു. റമ്പാച്ചന്മാരാരൊക്കെയായിരുന്നു? സക്കറിയ റമ്പാച്ചൻ, സക്കറിയ റമ്പാച്ചൻ കുണ്ട്ര, സക്കറിയ മാർ ദിവനാസ് തിരുമേനി, അതെ. പിന്നീട് ദിവനാസസ് തിരുമേനി, ഗീവർഗീസ് റമ്പാച്ചൻ. ഈ 2 റമ്പാച്ചന്മാരും മെത്രാപ്പോലിത്താനും ഒക്കെ ഞങ്ങളുടെ മുറിയിൽ വന്ന് പ്രാർത്ഥിച്ചതും അവിടുത്തെ 2 ലക്ഷം പുസ്തകങ്ങളുള്ള ലൈബ്രറി സന്ദർശിച്ചതും അവരുടെ സൽക്കാരാർത്ഥം നടത്തിയ റഷ്യൻ ബിഷപ്സൊക്കെ ഉണ്ടായിരുന്ന കോൺഫറൻസിൽ മീറ്റിങ്ങിൽ ഞങ്ങളെയും പങ്കെടുപ്പിച്ചതൊക്കെ ഞാനിപ്പോഴും ഓർക്കുകയാണ്. ആ സ്നേഹവും വാത്സല്യവും കരുതലും, ആടുകളെ തേടിയുള്ള ആ കരുതലും. ഞങ്ങൾ വിചാരിച്ചില്ല ഞങ്ങളെ തേടി ഞങ്ങളുടെ മുറിയിൽ വരുമെന്ന്. ആ ഒരു സ്നേഹം തിരുമേനി കാണിച്ചു. 1977 ഒക്ടോബർ ആദ്യത്തെ ആഴ്ചയായിരുന്നു. അതുപോലെ അന്ന് ഞങ്ങൾ കാണാൻ സാധിച്ച തിരുമേനിയിൽ, ഈ ചുറുചുറുക്കുള്ള ഈ റമ്പാച്ചനിൽ വ്യക്തിവൈഭവം, ഉത്സാഹം, നേതൃത്വ ഗുണങ്ങൾ, ഓർത്തഡോക്സ് വിശ്വാസത്തോടുള്ള പ്രതിബദ്ധത, ജ്ഞാനാർജനത്തിനുള്ള തീഷ്ണത, ഇതൊക്കെ റഷ്യക്കാരിലൊക്കെ നല്ല ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്തു. നല്ലൊരു ഇമ്പ്രഷൻ ഈ മെത്രാപ്പോലിത്തായും 2 റമ്പാച്ചന്മാരും റഷ്യൻ സഭയിൽ നല്ലൊരു ഇമ്പ്രഷൻ കുറച്ച് നാളുകൾ കൊണ്ട് ക്രിയേറ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ ആശ്രമങ്ങൾ സന്ദർശിച്ചു. റഷ്യൻ സഭയുടെ ആശ്രമങ്ങൾ പലതും ഈ 3 പേർ കൂടി സന്ദർശിച്ച് ഞാൻ ഓർക്കുകയാണ്. അതുപോലെ മലങ്കര സഭയിലും ആശ്രമ ജീവിതത്തിൽ ഒരു നവോത്ഥാനം ഉണ്ടാകണം അദ്ദേഹം ആഗ്രഹിച്ചു. അതെന്നും പ്രസക്തമാണ്. ആശ്രമ പ്രസ്ഥാനത്തിൽ ഒരു നവോത്ഥാനം, വിശുദ്ധ ജീവിതം, ആരാധനാ സാഫല്യം, സാമൂഹിക പ്രതിബദ്ധത. 1970 റാന്നി ഹോൾ ട്രിനിറ്റി ആശ്രമം സ്ഥാപിക്കുന്നതിന് പിന്നിൽ 4 പ്രധാന ഘടകങ്ങളുണ്ടെന്ന് വ്യക്തി സംഭാഷണ തിരുമേനി പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തിരുമേനി ആവർത്തിച്ച് പറയുമായിരുന്നു പുത്തങ്കാവ് തിരുമേനിയുടെ ആത്മീയ ശിഷ്യത്വം. പത്തനംതിട്ടയിൽ അദ്ദേഹം സ്ഥാപിച്ച സെൻറ്റ് ബേസിൽ ദേറ, അതുപോലെ മറ്റൊന്നുണ്ടാകണമെന്ന് ദിയസ്കോറോസ് തിരുമേനി ആഗ്രഹിച്ചു. അതുപോലെ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ന്യൂയോർക്കിലുള്ള സെൻറ്റ് വ്ളാഡിമേഴ്സ് ഹോളി ട്രിനിറ്റി മൊണാസ്ട്രി. ആശ്രമ ജീവിതത്തിൽ ലോകമെമ്പാടും ഒരു നവോത്ഥാനം ഉണ്ടാകണം അദ്ദേഹം കാംക്ഷിച്ചു. വിശുദ്ധ ജീവിതവും ആരാധനാ സാഫല്യവും സാമൂഹിക പ്രതിബദ്ധതയും അക്ഷരാർത്ഥത്തിൽ ഇവയുടെ സമന്വയം മലങ്കരയിൽ ഉണ്ടാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ഓർത്തഡോക്സ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായ വിശുദ്ധ തൃത്വത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിത ശൈലിയുടെ ആവശ്യകത തിരുമേനി എടുത്തു പറയുകയുണ്ടായി. റാന്നിയിലെ ഹോളി ട്രിനിറ്റി ആശ്രമവും തിരുവനന്തപുരത്തെ ഹോളി ക്രോസ് സന്യാസിനി സമൂഹവും മറ്റ് സ്ഥാപനങ്ങളും എല്ലാം പേരെടുത്ത് പറയാൻ ഇപ്പോൾ സമയമില്ല. അതിൻ്റെ പിന്നിൽ, അത് സ്ഥാപിച്ചതിന് പിന്നിൽ 8 ലക്ഷ്യങ്ങളുണ്ടായിരുന്നു എന്ന് തിരുമേനി
വ്യക്തിപരമായി എന്നോട് സംഭാഷിച്ചിട്ടുണ്ട്. ഒന്ന്, നിരന്തരം വിശുദ്ധിയിൽ വളരുന്ന ഒരു സമൂഹം. 2, സഭയുടെ കാനോനിക പ്രാർത്ഥനകളും യാമപ്രാർത്ഥനകളും രഹസ്യ പ്രാർത്ഥനകളും നിരന്തരം നിർവഹിച്ച് സജീവമായി ആരാധിക്കുന്ന ഒരു സമൂഹം. 3, സ്വമേധയാ നോമ്പുകൾ, ഉപവാസം, കൗദാശിക അനുഷ്ഠാനങ്ങൾ എന്നിവയ്ക്ക് പരമപ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹം. 4, കായികാധ്വാനം, കൈത്തൊഴിലുകൾ, അതൊക്കെ ആരാധനയുടെ ഭാഗമായി കണ്ട് അധ്വാന ഫലം സന്തോഷത്തോടെ പങ്കിടുന്ന ഒരു സമൂഹം. ആദിമസഭയിലെ സന്യാസ പ്രസ്ഥാനങ്ങൾ കൊട്ട നെയ്തതും വട്ടി നെയ്തതും അതൊക്കെ വിറ്റ് ഉപജീവനം കഴിച്ചതും അവരുടെ കായികാധ്വാനം സമൂഹത്തിൻ്റെ നന്മയ്ക്കായി ഉപയോഗിച്ചതുമൊക്കെ അദ്ദേഹം മനസ്സിലാക്കിയതാണ് ഇത് പറഞ്ഞത്. 5, സ്നേഹത്തിൽ അധിഷ്ഠിതമായ അനുസരണവും അച്ചടക്കവും ശിക്ഷണവും പാലിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം. ആശ്രമ പ്രസ്ഥാനത്തിൻ്റെ ഡിസിപ്ലിൻ നമുക്കറിയാം. സുപ്പീരിയേഴ്സ് മാറി മാറി വരും. ഒരു സുപ്പീരിയർ വരുമ്പോൾ ബാക്കിയുള്ളവരെ കീഴിലാണ്. തീർച്ചയായും അവിടെ അനുസരണം വേണം, ഒബീഡിയൻസ് വേണം, ഡിസിപ്ലിൻ വേണം. എവിടെ ഡിസിപ്ലിൻ നഷ്ടപ്പെടുന്നുവോ അവിടെ നാശമുണ്ടാകും. സഭയിൽ നിന്നും ജനങ്ങളിൽ നിന്നും ശമ്പളം വാങ്ങിക്കുന്ന വൈദികരും സഭയുടെ പെൻഷൻ വാങ്ങിക്കുന്ന റിട്ടയർഡ് അച്ഛന്മാരും സെൽഫ് ഗോളായി അടിച്ചാൽ എങ്ങനെ ഇരിക്കും? സെൽഫ് ഗോൾ അടിച്ചാൽ എങ്ങനെ ഇരിക്കും? സഭയിൽ സെൽഫ് ഗോൾ അടിക്കുന്ന അവരെ നിയന്ത്രിക്കാൻ സാധിക്കണം. ശിക്ഷണവും ആത്മനിയന്ത്രണവും എല്ലാ രംഗങ്ങളിലും ആവശ്യമാണ്. 6, ജാതിമതഭേദമന്യേ പാവപ്പെട്ടവർക്ക് പ്രയോജനം ലഭിക്കുന്ന സേവനങ്ങൾ നിർവഹിക്കുന്ന ഒരു സമൂഹം. 7, വേദശാസ്ത്ര രംഗത്ത് ഗവേഷണം നടത്തി സഭയുടെ വിശ്വാസത്യങ്ങൾ പ്രബോധിപ്പിക്കുകയും വേദവിപരീതങ്ങളെ ചെറുക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം. 8, വിവിധ ദേശങ്ങളിലേക്ക് കടന്നു ചെന്ന് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ച് കർമ്മപദ്ധതികളിൽ ഏർപ്പെട്ട് സഭയെ ശക്തിപ്പെടുത്തുന്ന ഒരു സമൂഹം. സ്വയം വലിയ ത്യാഗം സഹിച്ച ശേഷമാണ് തിരുമേനി മറ്റുള്ളവരിൽ നിന്ന് പണം ആവശ്യപ്പെടുന്നത്. സ്ഥാപനങ്ങൾക്ക് വേണ്ടി സ്വയം ത്യാഗമനുഷ്ഠിച്ച് കാണിച്ച ശേഷമാണ് മറ്റുള്ളവരിൽ നിന്ന് സഹായഹസ്തങ്ങൾ ചോദിച്ചത്. സമർപ്പണബോധമുള്ള നല്ലവരായ അനേകരെ കണ്ടെത്തി ആശ്രമ അംഗങ്ങളാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അഭിവന്യ നിക്കോദിമോസ് തിരുമേനി ജോൺസൺ അച്ഛനായിരിക്കുന്ന കാലത്ത് ബർന്നബാസ് തിരുമേനിയുടെ സെക്രട്ടറി ആയിട്ട് അദ്ദേഹത്തെ അയച്ചു ന്യൂയോർക്കിൽ. അക്കാലത്ത് 2 പ്രാവശ്യമായിട്ട് 1 വർഷം ഞാൻ അമേരിക്കയിലുണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതൽ സമയവും ബർന്നബാസ് തിരുമേനിയുടെ കൂടെയാണ്, ജോൺസൺ അച്ഛൻ്റെ കൂടെയാണ് താമസിച്ചത് ഒത്തിരി സമയം. ബർന്നബാസ് തിരുമേനിയുടെ പ്രവർത്തനങ്ങളും ജോൺസൺ അച്ഛൻ്റെ അവിടുത്തെ പ്രവർത്തനങ്ങളുമൊക്കെ വ്യക്തിപരമായി മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു. അതൊക്കെ സഭയ്ക്ക് മുതൽക്കൂട്ടായി തീർന്നു, ഈ സ്ഥാപനത്തിന് മുതൽക്കൂട്ടായി തീർന്നു. ദീർഘവീക്ഷണത്തോടെ അദ്ദേഹത്തെ അയക്കുവാനും അതുമൂലം സന്യാസ പ്രസ്ഥാനത്തിന് പൊതുവായ അഭിവൃദ്ധി ഉണ്ടാകുവാനും ഒക്കെ ഇടയായി എന്നുള്ളത് സത്യമാണ്. മാർ ദിയസ്കോറോസിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് ചില കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, സമയം ആകാറായി. വിഷമതകളെ പക്വതയോടെയും ധൈര്യത്തോടെയും അഭിമുഖീകരിച്ചു. ഒരേ സമയം ശാന്തവും ഗംഭീരവുമായിരുന്നു ആ സാന്നിധ്യം. മിതഭാഷിയാണ്, പക്ഷേ ദൃഢമാനസനാണ്, മനസ്സ് ദൃഢമായിരുന്നു. കർമ്മകുശലതയും ശുഭാപ്തി വിശ്വാസവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇടപെടലുകളിൽ കുലീനത്വം കാത്തു സൂക്ഷിച്ചു, സംഭാഷണങ്ങളിലും കുലീനത്വം കാത്തു സൂക്ഷിച്ചു. അദ്ദേഹത്തിന് നല്ല ഓർമ്മശക്തി ഉണ്ടായിരുന്നു, സമയത്തതയുടെ ഓരോ കാര്യങ്ങളും ഇടപെട്ടു. നല്ല ധാരാളം സുഹൃത്ത് ബന്ധങ്ങളുണ്ടായിരുന്നു. സുവിശേഷം തത്വശാസ്ത്രമല്ല, നല്ല വ്യക്തിബന്ധങ്ങളാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു, കാണിച്ചു തന്നു. നല്ല വ്യക്തിബന്ധങ്ങളാണ്, സ്നേഹത്തിലും ത്യാഗത്തിലും അധിഷ്ഠിതമായ വ്യക്തിബന്ധങ്ങളാണ് സുവിശേഷം എന്ന് പറയുന്നത്. പ്രശംസയിൽ വീണില്ല, ആക്ഷേപങ്ങൾ തളർന്നില്ല. സഭയോടും പൂർണ്ണമായ വിശ്വാസത്തോടും തീഷ്ണതയോടും കൂടെ വിശ്വസ്തത പുലർത്തി. റിസ്ക് എടുക്കുവാൻ സാഹസികതയുടെ മനസ്സുണ്ടായിരുന്നു അദ്ദേഹത്തിന്.
അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തും പരിസരത്തുമുള്ള പല പ്രസ്ഥാനങ്ങളും ഉണ്ടാകുമായിരുന്നില്ല. റിസ്ക് എടുത്തിരുന്നില്ലെങ്കിൽ പല പ്രസ്ഥാനങ്ങളും ഉണ്ടാകുമായിരുന്നില്ല. സഭയുടെ കെട്ടുപണിക്കും പൊതുവിൽ നന്മയ്ക്ക് ലക്ഷ്യമാക്കി. അതുപോലെ എ കമ്പാഷനേറ്റ് ഹാർട്ട്, ദീനാനുകമ്പയുടെ ഒരു മനസ്സുണ്ടായിരുന്നു. നാടിൻ്റെ വികസനത്തിന് വേണ്ടി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതിനുള്ള അടിത്തറയൊക്കെ അദ്ദേഹം ഒരുക്കിയെന്ന് നമുക്കറിയാം. അതുപോലെ കൃഷിയിലൂടെ നാടിൻ്റെ വികസനം നേടാനായിട്ട് പരിശ്രമിച്ചു. ആധ്യാത്മിക സംഘടനകളെ ശക്തിപ്പെടുത്താനുള്ള യത്നങ്ങൾ ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ ആധ്യാത്മിക കൺവെൻഷനുകൾക്ക് തുടക്കം കുറിച്ചു. ഹോളി ട്രിനിറ്റി ഹാളിൽ ട്രിവാൻഡ്രത്ത് തിരുവനന്തപുരം ഭദ്രാസത്തിൻ്റെതായ ഒരു കൺവെൻഷനെയോ അതിൻ്റെ ആരംഭകാലം മുതൽ എന്നെ ക്ഷണിച്ച് ഓർക്കുകയാണ്. പല പ്രാവശ്യം പല വർഷങ്ങളിൽ പ്രസംഗിക്കാൻ എനിക്കും അവസരം കിട്ടുകയുണ്ടായി. എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കുവാൻ തക്കവണ്ണം ഒരു ആധ്യാത്മിക സംഘടനയായിട്ട് സംഘടിതമായിട്ട് ആധ്യാത്മിക കൺവെൻഷനുകൾക്ക് പല സ്ഥലങ്ങളിൽ തുടക്കം കുറിച്ചു. മിഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഇടമുളയ്ക്കല സ്ഥാപനം, മലയൻകീഴ് മിഷൻ, പാലവിള മിഷൻ, ചെങ്കോട്ട മിഷൻ, കാരാശ്ശേരി മിഷൻ ഒക്കെ തുടക്കം കുറിച്ചു. അത്രത്തോളം അദ്ദേഹം പ്രവർത്തിച്ചു. അനേകർക്ക് പഠിക്കാൻ വേണ്ടിയുള്ള സ്കോളർഷിപ്പും വിദ്യാഭ്യാസ സഹായവും നൽകിയ അദ്ദേഹം ഇരുചെവി അറിയാതെ അനേകരെ സഹായിച്ചിട്ടുണ്ട്. വ്യക്തിപരമായ കത്തുകളിലൂടെ അനേകരെ പ്രോത്സാഹിപ്പിച്ചു. ടി ജോർജനും ദിയസ്കോറോസിനും എനിക്കെഴുതിയ കത്ത് കണ്ടോ വച്ചാന്ന് പറഞ്ഞ് പലരും എന്നെ കാണിച്ചിട്ടുണ്ട്. പല എഴുത്തുകൾ പ്രചോദനം നൽകി വ്യക്തിപരമായ കത്തുകളിലൂടെ. അവയിൽ ആത്മീയതയുണ്ടായിരുന്നു, സന്യാസത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നു, സഭാ ദൗത്യത്തെക്കുറിച്ചുള്ള വീക്ഷണമുണ്ടായിരുന്നു. മാർത്തോമാ പൈതൃകത്തെക്കുറിച്ച് വാചാലനായിരുന്നു അദ്ദേഹം. മാർത്തോമാ ശ്ലീഹായുടെ പൈതൃകത്തെക്കുറിച്ച് പറയുമ്പോൾ വാചാലനായിരുന്നു ദിയസ്കോറോസ് തിരുമേനി. വേദവിരുദ്ധങ്ങൾക്കെതിരെ ശക്തിയായ പ്രബോധനങ്ങൾ നൽകി. സഭാ ചരിത്രത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ടല്ലോ, പിതാക്കന്മാരുടെ പർദീസ, ട്രാൻസ്ലേഷൻ ഓഫ് ദ പാരഡൈസ് ഓർ ഗാർഡൻ. അതിൻ്റെ ഒരു ഭാഗം പിതാക്കന്മാരുടെ സന്യാസ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകളാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് അദ്ദേഹം പിതാക്കന്മാരുടെ പർദീസ എന്ന പേരിൽ പരാവർത്തനം ചെയ്തത്. അതുപോലെ മത്തായി ശ്ലീഹായുടെ പ്രവൃത്തികളും രക്തസാക്ഷി മരണവും അദ്ദേഹം എഴുതുകയുണ്ടായി. മറ്റൊരു പുസ്തകം സഭാചരിത്രം, അത് നമ്മുടെ സഭയുടെ MOC പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അങ്ങനെ ആശ്രമപ്രസ്ഥാനത്തെക്കുറിച്ചും സഭയുടെ അടിത്തറയെക്കുറിച്ചുമുള്ള ട്രാൻസ്ലേഷനും എഴുത്തുകളും പുസ്തകങ്ങളും അദ്ദേഹം എഴുതി. സഭയുടെ ആരാധന, കൂദാശ ഇവയെപ്പറ്റിയുള്ള സംഗ്രഹിച്ചുള്ള കാര്യമാണ്. ഞാൻ ഈ മിസ്റ്റർ മത്തായിയുടെ പ്രവൃത്തികളും രക്തസാക്ഷി മരണവും വായിച്ചിട്ടുണ്ട്. ഊന്നി പറഞ്ഞൊരു കാര്യം, ത്യാഗം മൂലമേ സുവിശേഷം വ്യാപിക്കുകയുള്ളൂ. അടിവരയിട്ട് പറയുക. അതുപോലെ പിതാക്കന്മാരുടെ പർദീസ എന്ന പുസ്തകം സന്യാസ ജീവിതത്തിൻ്റെ മഹത്വം ഓർപ്പിക്കുകയാണ്. ഞാനിവിടെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ആദിമസഭയിൽ സഭയ്ക്ക് എങ്ങനെ സന്യാസ പ്രസ്ഥാനം ശക്തി പകർന്നു? ദ പൾസേറ്റിംഗ് ഫോഴ്സ് ഓഫ് ദ ചർച്ച്. സഭയുടെ നാടിയെടുപ്പ് നിലനിർത്തുന്നതിൽ ആശ്രമപ്രസ്ഥാനം എങ്ങനെ സഹായിച്ചുവെന്ന് ഊന്നി പറയുന്നുണ്ട്. പലതരത്തിലുള്ള സന്യാസികളെക്കുറിച്ച് ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. 10-20 തരത്തിലുള്ള സന്യാസി വര്യന്മാരെക്കുറിച്ചുള്ള പ്രതിപാദനം ആ പുസ്തകത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, സഭയുടെ സന്യാസ പൈതൃകം മനസ്സിലാക്കാൻ പറ്റിയ കൃതിയാണത്. എല്ലാവരും വായിക്കേണ്ട ഒരു കൃതിയാണ്. തിരുമേനി ട്രാൻസ്ലേറ്റ് ചെയ്ത പിതാക്കന്മാരുടെ പർദീസ എന്ന കൃതി. അദ്ദേഹത്തിൻ്റെ ഉൾക്കാഴ്ചകൾ ഇന്നും വളരെ പ്രസക്തമാണ്. വേദശാസ്ത്രം സഭാശാസ്ത്രത്തിൽ അധിഷ്ഠിതമാകണം. സഭയുടെ ആരാധനാ പശ്ചാത്തലത്തിലാണ് വേദശാസ്ത്രം ശക്തിപ്പെടേണ്ടത്, അർത്ഥവത്താവുന്നത്. വിശുദ്ധിയിൽ വളർന്ന് തേജസ്കരണം പ്രാപിക്കുന്ന അനുഭവം ഉണ്ടാകണം. സ്നേഹം കൊണ്ടേ കീഴ്പ്പെടുത്താൻ ഒക്കെയുള്ളൂ. തിരുവരുടെ ഫിലോസഫി അതായിരുന്നു. ധൂർത്തും ആഡംബര ജീവിതവും പാടില്ല. ലാളിത്യത്തിൻ്റെ സംസ്കാരം കൊണ്ടേ സഭയ്ക്ക് അഭിവൃദ്ധി ഉണ്ടാകുകയുള്ളൂ. തിരുവരുടെ ഉന്നത ആദർശവും ലളിത ജീവിതവും സഭാസ്നേഹവും നമുക്ക് മാതൃകയായിരിക്കട്ടെ. നാം ആയിരിക്കുന്ന രംഗങ്ങളിൽ സഭയുടെ കെട്ടുപിടിക്ക് വേണ്ടി
അതുമൂലം ക്രിസ്തുവിൻ്റെ മഹത്വത്തിനു വേണ്ടി നമ്മുടെ ജീവിതമായി തീരുകൊണ്ടൊക്കെ ഇടയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിനും അനുബന്ധ പ്രസ്ഥാനങ്ങൾക്കുമെല്ലാം ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു.